ഇൻ്റർനാഷണൽ ട്രാവൽ ഓർഗനൈസേഷൻസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിലൊന്നാമത്തെ ഭാഗം അമേരിക്കൻ സൊസൈറ്റി ഓഫ് ട്രാവൽ ഏജൻറ്റ്സ് ആസ്റ്റ എന്ന ഓർഗനൈസേഷനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. 1991 അമേരിക്കയിലെ പ്രധാനപ്പെട്ട സിറ്റിയായ ന്യൂയോർക്കിൽ വെച്ചാണ് ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയത്. അതിലേകദേശം 16,000-ഓളം അംഗങ്ങൾ ലോകവ്യാപകമായിട്ട് ഉണ്ട്. ട്രാവൽ ഏജൻറ്റ്സ്, കാരിയേഴ്സ്, ഹോട്ടൽസ് എന്നിവയാണ് ഇതിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ. പ്രിൻസിപ്പൽ എയിം ഓഫ് ആസ്റ്റ ഈസ് ടു പ്രൊമോട്ട് ട്രാവൽ ഏജൻസി സെറ്റപ്പ് ആൻഡ് സേഫ് ഗാർഡിംഗ് ദി ട്രാവലേഴ്സ് എഗെയിൻസ്റ്റ് ഫ്രോഡ് എന്നതാണ്. സെക്കൻഡ് വൺ ഈസ് പസഫിക് ഏരിയ ട്രാവൽ അസോസിയേഷൻ, പാറ്റ. വാസ് ഫൗണ്ടഡ് ഇൻ ദി ഇയർ 1951. ഈ ഓർഗനൈസേഷനെ സംബന്ധിച്ച് പസഫിക് ഏരിയയിലെയും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഏരിയയിലെയും ഇന്ത്യ ഉൾപ്പെടുന്ന ഭാഗങ്ങളിലെ ട്രാവലിന് വേണ്ടുന്ന ഫെസിലിറ്റേഷൻസ് ഒരുക്കുക എന്നതാണ് പാറ്റയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. സ്റ്റിമുലേറ്റിംഗ് ഇൻട്രസ്റ്റ് ഇൻ ദി പസഫിക് റീജിയൻ ആൻഡ് ടു പ്രൊമോട്ട് ട്രാവൽ ടു ഓൾ ഇമ്പോർട്ടൻറ്റ് പസഫിക് ഡെസ്റ്റിനേഷൻസ്. പസഫിക് ഡെസ്റ്റിനേഷൻസിലേക്കുള്ള ട്രാവലിന് പ്രാധാന്യം നൽകുക എന്നതാണ്. അതുപോലെ തന്നെ ഒരു പാറ്റ മെമ്പർ എന്ന നിലയിൽ വിവിധ രാജ്യങ്ങൾക്ക് ഈ ഏരിയയിലെ മാർക്കറ്റിംഗ്, ട്രെയിനിങ് പ്രോഗ്രാംസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സർവീസസ് തുടങ്ങിയ കാര്യങ്ങളിൽ അഡ്വൈസ് നൽകാനും അതിനു വേണ്ടിയുള്ള ചുമതല പാറ്റയ്ക്ക് ഉണ്ട്. ഇവർ ഒരു പബ്ലിക്കേഷൻസ് അവരുടെ പേരിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പസഫിക് ട്രാവൽ ന്യൂസ് എന്നാണ് ഈ ഒരു പബ്ലിക്കേഷൻ്റെ പേര്. അടുത്തത് ടായ്, ട്രാവൽ ഏജൻറ്റ്സ് അസോസിയേഷൻ ഇൻ ഇന്ത്യ. 1952 ആരംഭിച്ച ഇന്ത്യയിലെ ട്രാവൽ ഏജൻസികളുടെ അസോസിയേഷൻ ആണ് ടായ്. ഇന്ന് ഏകദേശം 1000-ഓളം അംഗങ്ങൾ, 1000 മെമ്പേഴ്സ് ഇതിൽ ഉണ്ട്. അത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസത്തിൻ്റെ അപ്രൂവലുള്ള 1000-ഓളം അംഗങ്ങൾ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഓഫീസ് എന്നത് മുംബൈയിലാണ്. ടായുടെ റീജിയണൽ ഓഫീസസ് ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ എന്നിവിടങ്ങളിലാണ്. ദി മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ടായ് ഈസ് ടു പ്രൊട്ടക്റ്റ് ദി ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് ടു ഹെൽപ്പ് ദം ടു ഇംപ്രൂവ് ദെയർ പെർഫോമൻസ്. അതാണ് ടായുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. ഇതിൻ്റെ ട്രാവൽ ന്യൂസ് എന്ന് പറയുന്ന പബ്ലിക്കേഷൻ ഇന്ത്യയിൽ പ്രശസ്തമാണ്. അടുത്തതായി നാം സംസാരിക്കുന്നത് ലോകത്തിലെ പ്രധാനപ്പെട്ട ചില ഇൻ്റർനാഷണൽ കൺവെൻഷൻസ് ഓൺ എയർ ട്രാവലിനെ കുറിച്ചാണ്. സിവിൽ ഏവിയേഷനിലെ ഒന്നാമത്തെ നാം പഠിക്കുന്നത് 1941 സംഭവിച്ച ഷിക്കാഗോ കൺവെൻഷനെ കുറിച്ചാണ്. അമേരിക്കയിലെ വളരെ പ്രധാനപ്പെട്ട സിറ്റിയായ ഷിക്കാഗോയിൽ വെച്ച് നടത്തപ്പെട്ടൊരു കൺവെൻഷനാണ് ഷിക്കാഗോ കൺവെൻഷൻ. അത് വിവിധ രാജ്യങ്ങളിലെ വൈഡ് റേഞ്ച് ഓഫ് സബ്ജക്ട്സ്, ടെക്നിക്കലും കൊമേഴ്ഷ്യലുമായ കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ സെറ്റപ്പാണ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ ഓൺ സിവിൽ ഏവിയേഷൻ, ദാറ്റ് ഈസ് ഷിക്കാഗോ കൺവെൻഷൻ. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ICAO എന്ന് പറയുന്ന മോൺട്രിയൽ ആസ്ഥാനമായിട്ടുള്ള കൺവെൻഷൻ, അല്ലെങ്കിൽ ICAO എന്ന് പറയുന്ന ടെക്നിക്കൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സംഘടനയൊക്കെ. ഈ കൺവെൻഷൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അത് ഷെഡ്യൂൾഡ്, നോൺ ഷെഡ്യൂൾഡ് സർവീസുകളെ താരതമ്യം ചെയ്ത് തരംതിരിച്ചത്. അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങൾക്കിടയിലെ എഗ്രിമെൻറ്റ്സ്, എയർ ട്രാവൽ എഗ്രിമെൻറ്റ്സിനെ കുറിച്ചെല്ലാം ഈ ഓർഗനൈസേഷനിൽ ചർച്ച ഉണ്ടായി. ബൈലാറ്ററൽ എഗ്രിമെൻറ്റ്സ് പോലെയുള്ള എഗ്രിമെൻറ്റ്സ് ഇതിൽ സംസാര വിഷയമായിരുന്നു. അതുപോലെ തന്നെ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ വ്യോമയാന ഗതാഗതം നടത്തുമ്പോൾ ഉണ്ടാകുന്ന എഗ്രിമെൻറ്റിനെ നമുക്ക് ബൈലാറ്ററൽ എഗ്രിമെൻറ്റ്സ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ എയർലൈൻ റൈറ്റ്സിനെ കുറിച്ചും രാജ്യങ്ങളുടെ റൈറ്റ്സിനെ കുറിച്ചൊക്കെ അതിൽ വലിയ തോതിൽ ചർച്ച ഉണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ ഈസ് വാഴ്സ കൺവെൻഷൻ. ഒരു പാസഞ്ചർക്ക് അപകടമോ മരണമോ ഉണ്ടായാൽ അതിൻ്റെ ലയബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 1929 പോളണ്ട് എന്ന യൂറോപ്പിലെ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ വാഴ്സായിൽ വെച്ച് നടത്തിയ ഈ ഉടമ്പടിയുടെ ചർച്ചാ വിഷയം പ്രധാനപ്പെട്ട വിഷയമായി കരുതിയിരുന്നത്. 1999 സംഘടിപ്പിച്ച മറ്റൊരു കൺവെൻഷനാണ് മോൺട്രിയൽ കൺവെൻഷൻ. ഈ പറയുന്ന മോൺട്രിയൽ എന്ന് പറയുന്നത് കാനഡയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ്. അവിടെ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങൾ അൺലിമിറ്റഡ് ലയബിലിറ്റി ഇൻ ദി ഇവൻറ്റ് ഓഫ് ഡെത്ത് ഓഫ് ഇഞ്ചുറി ഓഫ് പാസഞ്ചേഴ്സ്, അഡ്വാൻസ്ഡ് പേയ്മെൻറ്റ് ടു മീറ്റ് ഇമ്മീഡിയറ്റ് നീഡ്സ്, ദി പോസിബിലിറ്റി ഓഫ് ബ്രിങ്ങിങ് ലോ സ്യൂട്ട് ബിഫോർ ദി കോർട്സ് ഇൻ പാസഞ്ചേഴ്സ് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് റെസിഡൻസ്, ഇൻക്രീസ്ഡ് ലയബിലിറ്റി ലിമിറ്റ്സ് ഇൻ ദി ഇവൻറ്റ് ഓഫ് ഡിലേ, ദി ഒബ്ലിഗേഷൻ ഓഫ് എയർ കാരിയേഴ്സ് ടു മെയിൻറ്റെയിൻ അഡീക്വേറ്റ് ഇൻഷുറൻസ്. ഈ കാര്യങ്ങളെല്ലാമാണ് ഈ പറയുന്ന മോൺട്രിയൽ കൺവെൻഷനിൽ ചർച്ചാ വിഷയം ആയത്. ലയബിലിറ്റി ലിമിറ്റുകളെല്ലാം സെറ്റ് ചെയ്തത് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് SDR എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെയാണ്. അത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMFുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം ചർച്ചകളും മറ്റും സംഘടിപ്പിച്ചത്. ഷിക്കാഗോ കൺവെൻഷൻ്റെ ഭാഗമായി ഉണ്ടായ മറ്റൊരു സംവിധാനമാണ് ഫ്രീഡംസ് ഓഫ് എന്ന് പറയുന്ന നിയമങ്ങൾ. വിമാനങ്ങളുടെ പറക്കലുകളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില ഉത്തരവാദിത്തങ്ങൾ ഫ്രീഡംസ് ഓഫ് എയറിൻ്റെ ഭാഗമായി നിർവചിക്കപ്പെട്ടു.
പ്രധാനപ്പെട്ട ചില ഫ്രീഡംസ് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഒന്നാമത്തേത് ഫസ്റ്റ് ഫ്രീഡം, ദി റൈറ്റ് ഓഫ് ആൻ എയർലൈൻ ഓഫ് എ കൺട്രി ടു ഫ്ലൈ ഓവർ എ ഫോറിൻ കൺട്രി വിത്തൗട്ട് ലാൻഡിങ്. ഓവർഫ്ലൈ എന്ന് നമുക്ക് ഈ ഫ്രീഡത്തെ വിശേഷിപ്പിക്കാം. സെക്കൻഡ് ഫ്രീഡം, ദി റൈറ്റ് ടു റീഫ്യൂവൽ ഓർ ക്യാരി ഔട്ട് മെയിൻ്റനൻസ് ഇൻ എ ഫോറിൻ കൺട്രി വിത്തൗട്ട് എംബാർക്കിംഗ് ഓർ ഡിസംബാർക്കിംഗ് പാസഞ്ചേഴ്സ് ഓർ കാർഗോ. നമുക്ക് ടെക്നിക്കൽ ലാൻഡിംഗ് എന്ന ഈ ഫ്രീഡത്തെ ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കാം. മൂന്നാമത്തേത് ദി റൈറ്റ് ടു ഫ്ലൈ ഫ്രം എയർലൈൻസ് ഹോം കൺട്രി ടു അനദർ ഫോറിൻ കൺട്രി. എ എന്ന കൺട്രിയിൽ, ഹോം കൺട്രിയിൽ നിന്ന് ബി എന്ന കൺട്രിയിലേക്ക് പാസഞ്ചേഴ്സ് മേലും കാർഗോ ആയിട്ട് പറക്കാനുള്ള അവകാശം. നാലാമത്തേത് നേരെ തിരിച്ച്, ബി എന്ന ഫോറിൻ കൺട്രിയിൽ നിന്നും എ എന്ന ഹോം കൺട്രിയിലേക്ക് പാസഞ്ചേഴ്സ് മേലും കാർഗോ ആയിട്ട് പറക്കാനുള്ള അവകാശം. മൂന്നാമത്തെയും നാലാമത്തെയും ഫ്രീഡംസ് നാം പറഞ്ഞത് ശരിക്കും ട്രാഫിക് പർപ്പസ് ആണ്. 1, 2 നോൺ ട്രാഫിക് പർപ്പസ് ഫ്രീഡംസ് ആണ്. അഞ്ചാമത്തേത് ദി റൈറ്റ് ടു ഫ്ലൈ ബിറ്റ്വീൻ 2 ഫോറിൻ കൺട്രീസ് ഓൺ എ ഫ്ലൈറ്റ് ഒറിജിനേറ്റിംഗ് ഓർ എൻഡിങ് ഇൻ ഇറ്റ്സ് ഓൺ കൺട്രി. ഹോം കൺട്രിയിൽ നിന്നുള്ള ഫ്ലൈറ്റ് 2 ഫോറിൻ കൺട്രികൾക്കിടയിൽ സർവീസ് നടത്താനുള്ള അവകാശത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ഫ്രീഡംസ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ പാഠഭാഗത്ത് ഇനി നാം ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, മേജർ കോണ്ടിനെൻറ്റ്സ് ഇൻ ദ വേൾഡ്. നമുക്കറിയാവുന്നതുപോലെ യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക ഇവയാണ് പ്രധാനപ്പെട്ട ഭൂഖണ്ഡങ്ങൾ. അതുപോലെ പ്രധാനപ്പെട്ട ഓഷ്യൻസ് പസഫിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ, ആർട്ടിക് ഓഷ്യൻ എന്നിവയാണ്. ഇനി നാം മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് TC ഏരിയാസ്, അയാട്ട ഏരിയാസ് ഓഫ് ദി വേൾഡ് എന്ന പാഠഭാഗമാണ്. ലോകത്തിലെ വ്യോമയാന ഗതാഗതം എളുപ്പത്തിലാക്കുവാനായിട്ട് അയാട്ട 3 ഏരിയാസായിട്ട് ട്രാഫിക് കോൺഫറൻസ് 1, ട്രാഫിക് കോൺഫറൻസ് 2, ട്രാഫിക് കോൺഫറൻസ് 3 എന്നീ 3 ഏരിയാസായിട്ട് ലോകത്തിലെ വ്യോമയാന ഗതാഗത മേഖലയായി തരംതിരിച്ചിട്ടുണ്ട്. ആ മേഖലയെക്കുറിച്ചാണ് നാം ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനെ നമുക്ക് ഏരിയ 1, ഏരിയ 2, ഏരിയ 3 എന്ന് വിശേഷിപ്പിക്കാം. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനിൽ TC ഏരിയ 1, ട്രാഫിക് കോൺഫറൻസ് ഏരിയ 1 ഉൾപ്പെടുന്നത് 1 നോർത്ത് അമേരിക്ക, കാനഡ, USA, മെക്സിക്കോ പോലെയുള്ള രാജ്യങ്ങളാണ്. 2 സെൻട്രൽ അമേരിക്ക, ബെലിസ്, ഗോട്ടിമാല, കോസ്റ്ററിക്ക, ഹോണ്ടുറാസ്, എൽ സാൽവഡോർ, നിക്കരാഗ്വ തുടങ്ങിയ രാജ്യങ്ങളും. മൂന്നാമത്തേത് കരീബിയൻ ഏരിയ, അതിൽ വരുന്നത് ബഹാമാസ്, ഗയന, ബർമുഡ, ഫ്രഞ്ച് ഗയാന, കരീബിയൻ ഐലൻഡ്സ്, സുറിനാം എന്നീ രാജ്യങ്ങളും. പ്രധാനപ്പെട്ടത് മാത്രമേ നാം പറയുന്നുള്ളൂ. നാലാമത്തെ ഏരിയയിൽ സൗത്ത് അമേരിക്ക വരുന്നത് അർജൻറ്റീന, ബൊളീവിയ, ബ്രസീൽ, ചിലി, കൊളംബിയ, ഇക്വഡോർ, പനാമ, പരാഗ്വയ്, പെറു, ഉറുഗ്വയ്, വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങളും ആണ്. അതിലെ രണ്ടാമതൊരു ക്ലാസിഫിക്കേഷൻ കൂടി TC1 കുറിച്ച് പറയുന്നുണ്ട്. നോർത്ത് അറ്റ്ലാന്റിക് സബ് ഏരിയ, മിഡ് അറ്റ്ലാന്റിക് സബ് ഏരിയ, സൗത്ത് അറ്റ്ലാന്റിക് സബ് ഏരിയ എന്നുകൂടി അതിനെ വിശേഷിപ്പിക്കാം. അത് നമുക്ക് ഈ ചാർട്ടിൽ നിന്ന് വ്യക്തമാകുന്നതാണ്. ട്രാഫിക് കോൺഫറൻസ് ഏരിയ 2 പറയുന്നത് യൂറോപ്പ് എന്ന പ്രധാന ഭൂവിഭാഗത്തെക്കുറിച്ചാണ്. ഒന്നാമത്തേത് സബ് ഏരിയ 1 യൂറോപ്പ്, അതിൽ വരുന്നത് അൽബേനിയ, അൾജീരിയ, ആൻഡോറ, ലിത്വാനിയ, അർമേനിയ, ലക്സംബർഗ്, ഓസ്ട്രിയ, മാസിഡോണിയ, അസർബൈജാൻ, മാൾട്ട, അതുപോലെ തന്നെ മോണക്കോ, മൊറോക്കോ, ബൾഗേറിയ, ക്രൊയേഷ്യ, നെതർലാൻഡ്സ്, ചെക്ക് റിപ്പബ്ലിക്, നോർവേ, ഡെൻമാർക്ക്, പോളണ്ട് ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ്. ഫിൻലൻഡ്, റഷ്യ ഇൻ യൂറോപ്പ്, ഫ്രാൻസ്, സെർബിയ, സ്ലോവാക്യ, സ്ലൊവേനിയ, ഗ്രീസ്, ജിബ്രാൾട്ടർ, ഹംഗറി, ഐസ്ലാൻഡ്, സ്വീഡൻ, സ്വിറ്റ്സർലൻഡ്, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളും അതിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ തന്നെയാണ്. സമയക്കുറവ് മൂലം എല്ലാം ഇവിടെ പരാമർശിക്കുന്നില്ല. TC2 സബ് ഏരിയ 2 ആഫ്രിക്കയാണ്. ആഫ്രിക്കയെ നമുക്ക് 5-6 ഭൂവിഭാഗങ്ങളായി വിശേഷിപ്പിക്കാം. അതിൽ ഒന്നാമത്തേത് സെൻട്രൽ ആഫ്രിക്ക, അതിൽ വരുന്ന രാജ്യങ്ങൾ മലാവി, സാംബിയ, സിംബാബ്വെ. രണ്ടാമത്തെ വിഭാഗം ഈസ്റ്റേൺ ആഫ്രിക്ക, അതിൽ വരുന്നത് ബുറൂണ്ടി, ജിബൂട്ടി, എറിത്രിയ, എത്യോപ്യ, കെനിയ, റവാൻഡ, സൊമാലിയ, ടാൻസാനിയ, ഉഗാണ്ട തുടങ്ങിയ രാജ്യങ്ങൾ. ആഫ്രിക്കയിലെ മൂന്നാമത്തെ ഭൂവിഭാഗം സതേൺ ആഫ്രിക്ക, ബോട്സ്വാന, ലിസോത്തോ, മൊസാംബിക്, സൗത്ത് ആഫ്രിക്ക, നമീബിയ, സ്വാസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ വരുന്നു. അടുത്ത വിഭാഗം ലിബിയ ഓർ ലിബിയൻ അറേബ് ജമൈരിയ എന്ന ഒറ്റ രാജ്യം തന്നെയാണ്. അടുത്ത വിഭാഗം ഇന്ത്യൻ ഓഷ്യൻ ഐലൻഡ്സ് എന്ന ആഫ്രിക്കയിലെ വിഭാഗം, കൊമോറോസ്, മഡഗാസ്കർ, മൗറീഷ്യസ്, മയോട്ടി, റിയൂണിയൻ, സേഷൽസ് തുടങ്ങിയ രാജ്യങ്ങൾ വരുന്നു. പിന്നീട് വരുന്നത് വെസ്റ്റേൺ ആഫ്രിക്ക എന്ന ഭൂവിഭാഗമാണ്. അതിൽ വരുന്നത് അങ്കോള, ബെനിൻ, ബുർക്കിനോഫാസോ, കാമറൂൺ, കേപ്പ് വെർദെ, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, കോൺഗോ, ഐവറി കോസ്റ്റ്, ഗാബോൺ, ഗാംബിയ, ഗിനിയ ബിസാവോ, ലിബിയ, അതുപോലെ തന്നെ മൗറിറ്റാനിയ, സെനഗൽ, സിയറ ലിയോൺ, ടോങ്കോ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഈ രണ്ടാമത്തെ ആഫ്രിക്കയിൽ പെടുന്നു. മൂന്നാമത്തേത് മിഡിൽ ഈസ്റ്റ്, നമ്മുടെ അറബ് കൺട്രീസാണ്. മൂന്നാമത്തെ സബേരിയ 3 മിഡിൽ ഈസ്റ്റ്, ബഹ്റിൻ, ലെബനോൻ, ഈജിപ്റ്റ്, ഒമാൻ, ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, സൗദി അറേബ്യ, ഇസ്രയേൽ, സുഡാൻ, ജോർദാൻ, UAE തുടങ്ങിയ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ കുവൈറ്റ്, സിറിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇതിൽ പെടുന്നു. അടുത്തത് നാം പറയുന്നത് ട്രാഫിക് കോൺഫറൻസ് ഏരിയ 3, അതിൽ വരുന്ന ഒന്നാമത്തേത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ സബ് ഏരിയ ആണ്. ബ്രൂണൈ, ദാറുൽസലാം, മംഗോളിയ, കംബോഡിയ, ചൈന, മ്യാൻമാർ അതുപോലെ തന്നെയുള്ള രാജ്യങ്ങൾ, റഷ്യ, ഏഷ്യ,
ഈ ഭാഗങ്ങൾ കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, അതുപോലെയുള്ള രാജ്യങ്ങൾ, താജിക്കിസ്ഥാൻ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ, ഉസ്ബെക്കിസ്ഥാനൊക്കെ ഇതിൽ പെടുന്നു. മലേഷ്യ, വിയറ്റ്നാമും അതിൻ്റെ ഭാഗമാണ്. രണ്ടാമത്തെ സബ് ഏരിയ, ട്രാഫിക് കോൺഫറൻസ് 3 രണ്ടാമത്തെ സബ് ഏരിയ ഇനി പറയുന്നു. സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളായ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാൽഡീവ്സ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ജപ്പാൻ, കൊറിയ 2 അതുപോലെ തന്നെ ഉള്ള രാജ്യങ്ങളാണ് ഈ പറയുന്ന ട്രാഫിക് കോൺഫറൻസ് 3 ഈ ഭൂഭാഗത്തിൽ പെടുന്നത്. അടുത്തതാണ് സൗത്ത് വെസ്റ്റ് പസഫിക് സബ് ഏരിയ. അതിൽ വരുന്നത് അമേരിക്കൻ സമോവ, ഓസ്ട്രേലിയ, പാപ്പുവ ന്യൂഗിനിയ, സമോവ, ഫിജി, ടോങ്ക, ഫ്രഞ്ച് പോളിനേഷ്യ, കിർബിതി, നൗറു, വനേലു, ന്യൂ കാൽസിഡോണിയ, ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ ട്രാഫിക് കോൺഫറൻസ് 3 മൂന്നാമത്തെ ഭൂഭാഗമായ സൗത്ത് വെസ്റ്റ് പസഫിക് സബ് ഏരിയയിൽ പെടുന്നു. ഇതോടുകൂടി ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. നന്ദി.